ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിലുള്ള മലബാർ തീരത്തെ ചേരരാജ്യം എന്നറിയപ്പെട്ടിരുന്ന കേരളം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിലെ മറ്റു പ്രദേശങ്ങളുമായും വിദേശ രാജ്യങ്ങളുമായും കേരളം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും ആനക്കൊമ്പും തേക്കും ചന്ദനവുമെല്ലാമായിരുന്നു വിദേശീയരെ ഇങ്ങോട്ടാകർഷിച്ചത്. ചെങ്കടലിൽ നിന്നും മലബാർ തീരത്തേക്ക് വർഷം തോറും ഏകദേശം 120ഓളം കപ്പലുകൾ വരാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അലക്സാൻഡ്രിയയിൽ നിന്ന് മുസിരിസിലേക്ക് എത്താനെടുക്കുന്ന ദീർഘയാത്ര കാലവർഷക്കാറ്റിന്റെ സഹായത്തോടെ എളുപ്പമാണെന്ന് ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് കണ്ടുപിടിച്ചതോടെ വ്യാപാരരംഗം കൂടുതൽ ഊർജിതമായി. പുരാതന ഗ്രന്ഥമായ അഗനാനൂറിൽ പറയുന്നതുപോലെ ചേരന്റെ പെരിയാറിലെ വെള്ളത്തിൽ വെണ്ണുരകൾ ഇളകുമാറ് ചേലാർന്ന യവനക്കപ്പലുകൾ പൊന്നുമായി വന്ന് കുരുമുളകുമായി പോകുന്ന സമ്പന്നമായ മുച്ചിരി നഗരമാണ് മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമാശ്ലീഹ കപ്പലിറങ്ങിയത്.